ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നാം വായിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹിയുടെ ത്വരീഖുൽ ഹിജ്റത്തൈൻ വബാബുസ് സഅദതൈൻ എന്ന കിതാബിൽ പാപങ്ങളിൽ നിന്ന് സ്വന്തത്തെ പിടിച്ചു നിർത്താനുള്ള കാരണങ്ങൾ, അതിൽ ഏഴാമത്തേതിൽ പാപം കൊണ്ടുണ്ടാകുന്ന അന്തര ദോഷങ്ങൾ, അതിനെക്കുറിച്ചുള്ള അറിവ്, അതിലെ ഖുവ്വത്ത്, അതിനെ പറ്റിയാണ് പറയുന്നത്. അതിലടുത്തത് മിൻഹ, അതിൽപ്പെട്ടതാണ് ഹുസൂലുൽ ബുഗ്വതി വന്നുഫ്റതി മിൻഹു ഫീ ഖുലൂബിൻ നാസ്, ജനങ്ങളുടെ ഖൽബിൽ അവനെ സംബന്ധിച്ച് ഒരു വെറുപ്പും ഒരു അകൽച്ചയും ഇതെല്ലാം ഉണ്ടാകുമെന്നുള്ളത്. അതായത് ഇതിൽ അവൻ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമ്മൾ ഓരോരുത്തർ ആലോചിക്കേണ്ടത് ഞാൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് വേറെ ആരെ പറ്റിയിട്ടല്ല, നമ്മളെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മളിൽ പാപം സംഭവിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ ഉള്ളിൽ നമ്മളോട് വെറുപ്പുണ്ടാകും, ഒരു ദേഷ്യമുണ്ടാകും. സൽഫുകൾ പറയാറുണ്ട്, ഞാനൊരു പാപം ചെയ്താൽ അതിന്റെ അനന്തരഫലം എന്റെ ഭാര്യയിൽ നിന്നും എന്റെ വാഹന മൃഗത്തിൽ നിന്നും വരെ എനിക്ക് തോന്നാറുണ്ട് എന്ന്. കാരണം അത്രയും ഒരു അകൽച്ചയും ഒറ്റപ്പെടലും അവൻ അനുഭവിക്കേണ്ടി വരും. വമിൻഹ, അതിൽപ്പെട്ടതാണ് വയാഉ അഅസ്സിൽ അശ്യാഇ അലൈഹി വഅൻഫസിഹ വഅഗ്ലാഹ, അവൻ ഏറ്റവും മൂല്യവത്തായ, അവൻ ഏറ്റവും വില പിടിച്ചിട്ടുള്ള കാര്യത്തെ അവൻ പാഴാക്കുകയാണ്. എന്താണത്? വഹുവൽ വഖ്തുല്ലദീ ലാ ഇവദ മിൻഹു, അത് സമയമാണ്, പകരം വെക്കാൻ സാധിക്കാത്ത സമയം. വലാ യഊദു ഇലൈഹി അബദാ, അവന്റെ ആ സമയം പിന്നീട് അവൻ ഒരിക്കലും മടങ്ങി കിട്ടുകയില്ല. അതായത് ഒരു പാപം നമ്മൾ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സമയം എന്നുള്ളത് തന്നെ ഏറ്റവും വില പിടിച്ച കാര്യമാണ്. കാരണം ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ അതിലൊരു സുബ്ഹാനല്ലാഹയോ ഒരു അൽഹംദുലില്ലാഹയോ ഒരു അല്ലാഹു അക്ബറോ ഒരു ദിക്റോ ഉണ്ടായി കഴിഞ്ഞാൽ സ്വർഗത്തിൽ അതൊരു ഈന്തപ്പനമായിട്ടും ചെടിയായിട്ടും മാറിത്തീരും. ഇനി അതില്ല എങ്കിൽ ആ സമയം വെറുതെ പോയി. ആ സമയം അതിലൊരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ അത് ഉപകരിക്കുന്നതായി, ആ സമയം പോയാൽ ആ സമയം വെറുതെ പോയി. അവിടെ പാപം കൂടി ആയാലോ, സമയം പോവുകയും ചെയ്തു, ബാക്കിയുള്ള അപകടവും വരുന്നു. അപ്പോ സമയത്തെ അവൻ നഷ്ടപ്പെടുത്തുന്നു. അപ്പൊ തിരിച്ചു കിട്ടൂല. നമ്മൾ ആലോചിച്ച് നോക്കി, ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടുമോ? ഒരിക്കലുമില്ല. അല്ലാഹു തആല നമ്മുടെ മേലെ ഏറ്റവും വില വെച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് സലഫുകൾ അവരുടെ സമ്പത്തിനേക്കാൾ അവരവരുടെ സമയത്തിന് വില കൊടുത്തിരുന്നു. നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? നമ്മുടെ സമയം കൊടുത്തിട്ട് നമ്മൾ സമ്പത്ത് ഉണ്ടാക്കും. സലഫുകൾ സമ്പത്ത് കൊടുത്തിട്ട് സമയത്തെ കിട്ടാൻ അവർ ശ്രദ്ധിക്കുമായിരുന്നു. കാരണം അവർക്ക് ഏറ്റവും മൂല്യം സമയമായിരുന്നു. വമിൻഹ തമഉ അദുവിഹി ഫീഹി വവഫരിഹി ബിഹി, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പാപം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അവന്റെ ശത്രു അഥവാ നമ്മുടെ ശത്രുവായിട്ടുള്ള ശൈത്താനിന് നമ്മുടെ മേലെ പ്രതീക്ഷ കൂടും, നമ്മളെ കീഴ്പ്പെടുത്താനുള്ള സാധ്യത വർദ്ധിക്കും. ഫഇന്നഹു ഇദാ റആഹു മുൻഖാദൻ മുസ്തജീബൻ ലിമാ യഅ്മുറുഹു ഇസ്തദ്ദ തംഉഹു, അവൻ നമ്മളെ കാണുകയാണ്, അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുന്ന, അവൻ പറയുന്ന കാര്യങ്ങൾക്ക് കേൾക്കുന്ന ഒരാളായിട്ട് അവൻ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മേലുള്ള പ്രതീക്ഷ കൂടും. അതായത് ശൈത്താൻ നമ്മളെ തിന്മക്ക് പ്രേരിപ്പിക്കും. ആ പ്രേരിപ്പിക്കുന്ന സമയത്ത്, ആ തെറ്റിന് പ്രേരിപ്പിക്കുന്ന സമയത്ത് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ അവന് കൂടുതൽ പ്രതീക്ഷ ഉണ്ടാവും. അവൻ ഇങ്ങനെ കിട്ടും നിലക്ക് അവൻ കൂടുതൽ പ്രതീക്ഷ വെക്കും. വഹദ്ദസ നഫ്സഹു ബിദ്ദഫരി ബിഹി, അവ പിന്നെ അവനെ കീഴ്പ്പെടുത്താനുള്ള ഓരോ കാര്യങ്ങൾ അവന്റെ ഉള്ളിൽ ആക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. വജഅലിഹി മിൻ ഹിസ്ബിഹി, അങ്ങനെ അവന്റെ കൂട്ടത്തിൽ ഒരാളാക്കി അവനെ മാറ്റും. ഹത്താ യസീറ ഹുവ വലിയുഹു ദൂന മൗലാഹുൽ ഹഖ്, അല്ലാഹ് യഥാർത്ഥ വലിയായിട്ടുള്ള മൗലയായിട്ടുള്ള അല്ലാഹുവിനെ വിട്ട് ശൈത്താനെ വലിയാക്കുന്ന അവസ്ഥയുണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കണം. കാരണം തൗഹീദും ദീനും സുന്നത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ നിരീശ്വരവാദം കുഫറിലേക്കും പോകുന്ന ഒരു കാലാണിത്. എന്തുകൊണ്ടാണ് അവർ പോണത്? പെട്ടെന്നുണ്ടായ ഒരു കാര്യമാണോ? ഒരിക്കലല്ല. പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമാണ് പിശാചിന് അവന്റെ മേലെയുള്ള സ്വാധീനം വളർത്തുന്ന കാര്യമാണ് പാപങ്ങൾ. വമിൻഹ അത്തബഉ വറൈനു അലാ ഖൽബിഹി, അതുപോലെ പാപങ്ങളുടെ അനന്തര ദോഷങ്ങളിൽ പെട്ടതാണ് ഖൽബിൽ മുദ്ര വെക്കപ്പെടുന്ന, കറ പിടിക്കുന്ന അവസ്ഥ. ഫഇന്നൽ അബ്ദ ഇദാ അദ്നബ നുക്ത ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ, ഒരു അടിമ പാപം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഖൽബിൽ ഒരു കറുത്ത കുത്തു വീഴും. ഫഇൻ താവ മിൻഹ സുഖില ഖൽബുഹു, അത് പശ്ചാത്തപിച്ച് മടങ്ങി കഴിഞ്ഞാൽ, തൗബ ചെയ്ത് മടങ്ങിയാൽ ആ ഖൽബ് വീണ്ടും സ്ഫുടം ചെയ്യപ്പെടും, വീണ്ടും നന്നാക്കപ്പെടും. വൈൻ അദ്നബ ദംബൻ ആഖർ നുഖിദ ഫീഹി നുക്തത്തുൻ ഉഖറ, വീണ്ടും അവൻ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അവന്റെ ഖൽബിൽ ഒരു കറുത്ത നിറം വരും, കുത്തുവരും. വലാ തസാലു ഹത്താ തഅലു ഖൽബുഹു, അങ്ങനെ പാപം ചെയ്യുന്നതോറും ആ കറുത്ത കുത്ത് നിറഞ്ഞു പോകും അവന്റെ ഖൽബിൽ.
فذلك هو الران قال الله تعالى അതാണ് അല്ലാഹു തആല സൂറത്തുൽ മുത്തഫിഫീനിൽ പറഞ്ഞ അർറാൻ അടയാളം എന്നുള്ളത്. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവരുടെ ഖൽബിൽ കറ ബാധിച്ചിരിക്കുകയാണ് അവർ നേടിയതിന്റെ ഫലമായി. പാപം ചെയ്യുന്നത് ഖൽബിനെ ഈ കറ ബാധിക്കുന്ന അവസ്ഥയുണ്ടാകും. ومنها أنه يحرم حلاوة الطاعة أنه يحرم حلاوة الطاعة അനുസരണത്തിന്റെ മാധുര്യം അവന് തടയപ്പെടും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. وإذا فعلها لم يجد أثرها في قلبه من الحلاوة والقوة ومزيد الإيمان. അവൻ എന്ത് കാര്യം ചെയ്യാതാലും അഥവാ അള്ളാഹിനുള്ള അനുസരണം ചെയ്താൽ പോലും അവന്റെ കൽബിൽ അതിന്റെ ആസ്വാദനമോ ഈമാനിൽ വർധനവോ അതിന്റെ ശക്തിയോ ഒന്നും ഉണ്ടാവില്ല. വലാഖലി വറഗ്ബതി ഫിൽ ആഖിറ, അവന് പരലോകത്തെ കുറിച്ചുള്ള ചിന്തയോ താല്പര്യമോ ഒന്നും ഉണ്ടാവില്ല. അതായത് അള്ളാഹിനെ അനുസരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ അതുകൊണ്ടൊരു ഉപകാരം കിട്ടൂല, അതിന്റെ ആസ്വാദനമില്ല, പരലോകത്തെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവില്ല. ശരിക്കും അള്ളാഹിനെ അനുസരിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ഈ സ്വാധീനം എന്തായാലും ഉണ്ടാകും. പക്ഷെ പാപങ്ങൾ ഒരു ഭാഗത്ത് ചെയ്തു കഴിഞ്ഞാൽ ഈ അനുസരിക്കുമ്പോൾ കിട്ടുന്ന ഈ കാര്യങ്ങൾ നഷ്ടപ്പെട്ട് തുടങ്ങും. നേരത്തെ നമ്മളത് വിശദീകരിച്ചു. ومنها أن تمنع قلبه من ترحله من الدنيا ونزوله بساحة القيامة. ഇത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പാപം സംഭവിച്ചു കഴിഞ്ഞാൽ, പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൽബ് തടയപ്പെടും. എന്തിൽ നിന്ന്? എന്തിനാ തടയപ്പെടുക? മിൻ തറഹുലിഹി മിന ദുനിയ വനുസൂലിഹി ബിസാഹത്തിൽ ഖിയാമ. ദുനിയാവിൽ നിന്ന് വിട്ടുപോയി പരലോകത്തേക്ക് ചെന്നിറങ്ങുന്ന അവസ്ഥയിൽ നിന്ന് അവന്റെ കൽബ് തടയപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതായത് ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചിന്ത ഏറ്റവും അധികം ഉണ്ടാകേണ്ടത് പരലോകത്തെ സംബന്ധിച്ചിട്ടാണ്. പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ പരലോകത്തെ ചിന്ത നഷ്ടപ്പെട്ട് ദുനിയാവിൽ തന്നെ കെട്ടിക്കൂട്ടി കിടക്കുന്ന അവസ്ഥയുണ്ടാകും. ഫൈനൽ ഖൽബ لا يزال مشتتا مضيعا حتى يرحل من الدنيا وينزل في الآخرة. ഒരു അടിമയുടെ കൽബ് അത് ചിന്നിച്ചിതറിയ ഒരു അവസ്ഥയിലായിരിക്കും അവൻ പരലോകത്ത് ചെന്ന് വീഴുന്നത് വരെ, അഥവാ അവന്റെ കൽബ് പരലോകത്തിന്റെ ചിന്തയിൽ മുഴുകുന്നത് വരെ, ദുനിയാവിൽ നിന്ന് വിട്ടുപോയി പരലോകത്തിന്റെ ചിന്തയിൽ മുഴുകുന്നത് വരെ. فإذا نزل فيها أقبلت إليه وفود التوفيق والعناية من كل جهة. അങ്ങനെ അവന്റെ കൽബ് പരലോകത്തെ ചിന്തയിൽ മുഴുകിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള അവന്റെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും ഒരു പ്രത്യേക സഹായവും തൗഫീഖും അവന് ലഭിക്കും. وَاجْتَمَعَ عَلَى جَمْعِ أَطْرَافِهِ وَقَضَاءِ جِهَازِهِ وَتَعْبِيَةِ زَادِهِ لِيَوْمِ مَعَادِهِ. അത് അവന്റെ പരലോകത്തേക്കുള്ള വിഭവം ഒരുക്കുന്നതിലും ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുമിപ്പിക്കുന്നതിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ശരിയാകുന്നതിലും എല്ലാം കാരണമാകും. وَمَا لَمْ يَتَرَحَّلْ إِلَى الْآخِرَةِ وَيَحْضُرْهَا. ഇനി അവൻ പരലോകത്തേക്ക് യാത്ര ചെയ്ത് അവിടെ എത്തിയിട്ടില്ല എങ്കിൽ فالتعب والعناء والتشتت والكسل والبطالة لازمة له لا محالة. അവൻ എപ്പോഴും ക്ഷീണവും കൈവിട്ട പോലെയും കാര്യങ്ങൾ ചിഹ്നിച്ചതേ പോലെയും അലസതയും ഒരു നിരർത്ഥകമായിരിക്കുന്ന അവസ്ഥയും ഈ കാര്യങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത്. ഇത് ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത്ത് ദുനിയ, അതിൽ ലഫ്ള് എനിക്ക് ഓർമ്മയില്ല, ആരെയാണോ മൻ കാനത്ത് ദുനിയ من كانت الدنيا همه فرق الله عليه امره. ആരുടെയാണോ ഹമ്മ് ദുനിയാവാകുന്നത്, ചിന്ത ദുനിയാവാകുന്നത്, അവന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കും? ചിന്ന ഭിന്നമാക്കി മാറ്റും. അതുപോലെ തന്നെ അവന്റെ കണ്ണിന്റെ മുമ്പിൽ എപ്പോഴും ദാരിദ്ര്യമായി തീരും. അവൻ എപ്പോഴും അതിന്റെ ചിന്തയിലായിരിക്കും. അവൻ അല്ലാഹു വിധിച്ചല്ലാതെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. എന്നാൽ മൻകാനത്ത് ആഖിറത്തു നിയ്യത, ആരുടെയാണോ പരലോക നിയ്യത്തായി തീരുന്നത്, അവന്റെ കാര്യങ്ങൾ ജമഅ അല്ലാഹു അലൈഹി അംറ, അവന്റെ കാര്യങ്ങൾ അല്ലാഹു തആല ഒരുമിപ്പിക്കും. അവൻ അല്ലാഹുവിന്റെ തൗഫീഖും കാര്യങ്ങളൊക്കെ ലഭിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ പരലോകത്തെ ചിന്തയിൽ നിന്ന് മാറി ദുനിയാവിന്റെ ചിന്തയിലേക്ക് മാറാനുള്ള ഒരു കാരണം എന്താ? പാപങ്ങളാണ്. പാപങ്ങൾ ആ ചിന്ത മാറ്റിക്കളയും. വമിൻഹാ ഇഅറാദുല്ലാഹി വമലായികതിഹി വഇബാദുഹു അൻഹു. അതിൽപ്പെട്ടതാണ് അള്ളാഹുവും മലക്കുകളും സത്യവിശ്വാസികളായ അടിമകളെല്ലാം അവനിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന അവസ്ഥയുണ്ടാകും. ഫൈനൽ അബ്ദ ഇദാ അറദ അൻ തഅത്തില്ലാഹി വഷ്തഗല ബിമആസി അഅറദ അല്ലാഹു അൻഹു. ഒരടിമ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞ് പാപങ്ങളിൽ മുഴുകുകയാണെങ്കിൽ അള്ളാഹു അവനിൽ നിന്ന് തിരിഞ്ഞു കളയും. ഫഅറദത് അൻഹു മലായികതുഹു വഇബാദുഹു. മലക്കുകളും മുഅ്മിനീങ്ങളായ അടിമകളും തിരിഞ്ഞു കളയും. കമാ അന്നഹു ഇദാ അഖ്ബല അലല്ലാഹി അഖ്ബല അല്ലാഹു അലൈഹി. ഏതുപോലെ
അവൻ അള്ളാഹുലേക്ക് മുന്നിട്ടാൽ അള്ളാഹു അവനിലേക്ക് മുന്നിടുന്നത് പോലെ വഖ്ബല ബിഖുലൂബി ഖൽഖിഹി ഇലൈഹി, സൃഷ്ടികളുടെ കൽബ് കൊണ്ടും അള്ളാഹു അവനിലേക്ക് മുന്നിടും. അഥവാ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടോ സൃഷ്ടികൾ നമ്മെ ഇഷ്ടപ്പെടും, അള്ളാഹു നമ്മെ തൃപ്തിപ്പെട്ടോ സൃഷ്ടികൾ നമ്മെ തൃപ്തിപ്പെടും. ഹദീസിൽ വന്നിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു തആല പറയും, എനിക്ക് ഇന്നാലിന്റെ അടിമയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നീ അവനെ ഇഷ്ടപ്പെടുക. അങ്ങനെ മലക്കുകളെല്ലാം ഇഷ്ടപ്പെടും, സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളുടെ കൽബിൽ ആ ഇഷ്ടപ്പെട്ടു കൊടുക്കും. അള്ളാഹു വെറുക്കുകയാണെങ്കിലോ ഇതുപോലെ തന്നെ മലക്കുകൾ വെറുപ്പുണ്ടാവും, സത്യവിശ്വാസികളായിട്ടുള്ള അടിമകളുടെ ഉള്ളിലും വെറുപ്പുണ്ടാകും. വമിൻഹ അന്ന ദംബ യസ്തദഇ ദംബൻ ആഖർ, ഇത് വളരെ അപകടം പിടിച്ചൊരു കാര്യത്താണ്. പാപത്തിന്റെ അനന്തരഫലങ്ങളിൽ മനസ്സിലാക്കേണ്ടതാണ്. ഒരു പാപം അടുത്ത പാപത്തിലെ ക്ഷണിക്കും. നമ്മൾ വിചാരിക്കും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൗബ ചെയ്ത് മടങ്ങിയാൽ മതിയല്ലോ, ഒഴിവാകുമല്ലോ. അങ്ങനെയല്ല. ചില ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഈ പാപം കഴിഞ്ഞാൽ ഞാൻ തൗബ ചെയ്ത് മടങ്ങിയാൽ ഇത് ഒഴിവായി കിട്ടുമല്ലോ എന്നാണ്. പക്ഷെ ഒരു പാപം അടുത്ത പാപത്തിനെ ക്ഷണിക്കും. തുമ്മ യഖ്വാ അഹദുഹുമാ ബിൽ ആഖർ, പിന്നെ ഇത് രണ്ടും കൂടിയിട്ട് വേറെ ഒന്നിനെ കൊണ്ട് ശക്തിപ്പെടുത്തും. വയസ്തദിഇയാൻ സാലിസ, ആ രണ്ടും കൂടി ശക്തിപ്പെടും, പിന്നെ മൂന്നാമതിനെ ക്ഷണിക്കും. തുമ്മ തജ്തമിയ സലാസതു ഫതസ്തദിഇ റാബിഅ, ആ മൂന്നെണ്ണം കൂടി നാലാമത്തെ ക്ഷണിക്കും. അതോ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് പാപങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇത് നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല, അവസരങ്ങൾ കൂടും. ഒരു തെറ്റൊരാൾ ചെയ്തു, അവൻ തൗബ ചെയ്ത് മടങ്ങുന്നില്ല എങ്കിൽ അടുത്ത തെറ്റുള്ള അവസരം അവിടെ വരും, പിന്നെ അടുത്ത തെറ്റുള്ള അവസരം വരും, പിന്നെ അടുത്ത തെറ്റുള്ള അവസരം, പിന്നെ തെറ്റ് ഇങ്ങോട്ട് വരും, പാപങ്ങൾ ഇങ്ങോട്ട് വരുന്ന അവസ്ഥ ഉണ്ടാവുക. അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. വഹലും മജറൻ, അത് വന്നുകൊണ്ടേയിരിക്കും. ഹത്താ തഗ്മറഹു ദുനൂബുഹു വതുഹീതു ബിഹി ഖതീഅതുഹു, എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ അവന്റെ പാപങ്ങളിൽ അവൻ മുഴുകിപ്പോകുന്ന അവസ്ഥ. ഖാല ബഅദു സലഫ്, സലഫുകളിൽ ചില പറഞ്ഞു, ഇന്ന മിൻ സവാബിൽ ഹസനതി അൽ ഹസനത ബഅദഹാ വമിൻ ഉഖൂബത്തി സയ്യിഅത ബഅദഹാ, നന്മയുടെ പ്രതിഫലപ്പെട്ട സൽക്കർമ്മത്തിന്റെ പ്രതിഫലങ്ങളിൽപ്പെട്ടതാണ് അതിനുശേഷം വീണ്ടും സൽക്കർമ്മം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പാപത്തിന്റെ ശിക്ഷയിൽപ്പെട്ടതാണ് അതിനുശേഷം വീണ്ടും പാപങ്ങളിൽ മുഴുകുക എന്നുള്ളത്. വമിൻഹ ഇൽമുഹു ബിഫവാതി മാ ഹുവ അഹബ്ബു ഇലൈഹി വഖൈറുൻ ലഹു മിൻഹാ മിൻ ജിൻസിഹാ വഗൈരി ജിൻസിഹാ, അറിവുണ്ടാവുക എന്നുള്ളത്. അഥവാ അനന്തര ദോഷങ്ങളെ കുറിച്ചുള്ള അറിവിൽപ്പെട്ടതാണ്. അവന് പാപം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് ഏറ്റവും ഹൈറായിട്ടുള്ള, അവൻ ഏത് പാപമാണോ ചെയ്ത് അതേ ജിൻസിലും അതല്ലാതെയും ഹൈറായിട്ടുള്ള കാര്യമാണ് നഷ്ടപ്പെടുന്നത്. فإنه لا يجمع الله لعبده بين لذة المحرمات في الدنيا ولذة ما في الآخرة. അല്ലാഹു തആല ഒരു അടിമയുടെ മേലെയും ദുനിയാവിൽ അല്ലാഹു ഹറാമാക്കിയ ഒരു ആസ്വാദനവും കൊടുക്കില്ല, ദുനിയാവിൽ ഹറാമാക്കിയ ഒരു ആസ്വാദനവും സ്വർഗത്തിലെ അതിന്റെ പ്രതിഫലമായിട്ടുള്ള ആസ്വാദനം ഒരുമിച്ച് കൊടുക്കൂല. അതായത് ദുനിയാവിൽ കള്ളു കുടിക്കുമ്പോൾ അവനൊരു ആസ്വാദനം കിട്ടുന്നുണ്ട്, പരലോകത്തെ സമാധാനമേകുന്ന നല്ല രീതിയിൽ അനുഗ്രഹങ്ങളായിട്ടുള്ള മദ്യത്തിന്റെ ഒന്നും അവന് പാനീയങ്ങളെ അവന് കിട്ടാൻ പോകുന്നില്ല. ദുനിയാവിൽ വ്യഭിചരിച്ചുകൊണ്ട് ഒരു ആസ്വാദനം ഒരുത്തം കിട്ടുകയാണ്, ഒരുത്തം ലഭിക്കുകയാണ്, അവന് നാളെ പരലോകത്തെ ഹൂറുലിങ്ങളുടെ ആസ്വാദനം കിട്ടാൻ പോകുന്നില്ല. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്, എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. ഇത് ദുനിയാവും പരലോകവും മാത്രമല്ല, ദുനിയാവിൽ വെച്ചിട്ട് തന്നെ കിട്ടൂല. ഒരു കാര്യത്തിൽ ഹറാമും ഹലാലും ഉണ്ട് വിചാരിക്കുക, ഹറാം നമ്മൾ ചെയ്താൽ ഹലാലിന്റെ ആസ്വാദനം നമുക്ക് കിട്ടൂല. ഒരാൾ വിവാഹിതനാണ്, അവന്റെ ഇണയുണ്ട്, അവൻ വ്യഭിചരിക്കാന്ന് വിചാരിക്കുക, അവന്റെ ഇണയിൽ അല്ലാഹു തആല വെച്ചിട്ടുള്ള സാധാരണഗതിയിൽ ലഭിക്കേണ്ട ആസ്വാദനം ലഭിക്കില്ല. ഒരാൾ മദ്യപാനവും അതുപോലെ തെറ്റും ചെയ്യാൻ വിചാരിക്കുക, അല്ലാഹു തആല ഹലാലാക്കിയ പാനീയങ്ങളുടെ ആസ്വാദനം അവന് കിട്ടൂല. ഒരു ഹറാമ് ചെയ്തു കഴിഞ്ഞാൽ, ഒരു തെറ്റ് ചെയ്താൽ ഏത് മേഖലയാണെങ്കിലും അതിന് അല്ലാഹു പകരം വെച്ചിട്ടുള്ള ആസ്വാദനം അവന് ഒരുമിച്ച് കിട്ടൂല. ദുനിയാവിലും സ്വർഗത്തിലും കിട്ടൂല, ദുനിയാവിലും കിട്ടില്ല. വയൗമ യുഅറബു അല്ലദീന കഫറു അലന്നാരി അദ്ഹബ്തും ത്വയ്യിബാതികും ഫീ ഹയാതികും അദ്ദുനിയ വസ്തംതഅതും ബിഹാ. സൂറത്തുൽ അഹ്ഖാഫിൽ 20-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, കുഫാറുകൾ നരകത്തിൽ എറിയപ്പെടുമ്പോൾ നിങ്ങളുടെ വിശിഷ്ടമായ ആസ്വാദനങ്ങൾക്ക് ദുനിയാവിൽ നിങ്ങൾ നേടിക്കഴിഞ്ഞു, ഇനിയൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന നിലക്ക് പറയും. അതൊക്കെ നിങ്ങൾ ആവശ്യത്തിന് ആസ്വദിച്ചിട്ടുണ്ട്, ഇനി ഇവിടെ ഒന്നുമില്ല എന്നുള്ളത് പറയും. വളരെ ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആലോചിച്ചാൽ മതി. അതായത് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണോ കിട്ടുന്നുള്ള ഉറപ്പുള്ള കാര്യത്തിനാണ് പണിയെടുക്കുക. ദുനിയാവിൽ ഒരു തെറ്റ് ചെയ്യാൻ, പാപം ചെയ്യാൻ എല്ലാ അവസരവും കിട്ടി നമ്മൾ ഒരുങ്ങി നിൽക്കുമ്പോൾ അത് നടക്കും നമുക്കൊരു ഉറപ്പില്ല. അതിനുമുമ്പ് എന്തെല്ലാം സംഭവിക്കാം. പക്ഷേ പരലോകത്തുള്ളത് ഉറപ്പായിട്ടുള്ളവ പറഞ്ഞിട്ടുള്ളതാണ്. കുറച്ചു കാലത്തെ ക്ഷമ നമുക്ക് വലിയ നേട്ടം ലഭിക്കും, നേടിത്തരും. ഫൽമുഅ്മിനു ലാ യുദ്ഹിബു ത്വയ്യിബാതിഹി ഫിദ്ദുനിയ, ഒരു മുഅ്മിൻ അവന് വിശിഷ്ടമായ കാര്യങ്ങൾ ദുനിയാവിൽ പാഴാക്കി കളയില്ല.
ബൽ ലബുദ്ദ അയ്യത്രുക ബഅ്ളഹു തയ്യിബാതിഹി ലിൽആഖിറ അയ്യത്രുക ബഅ്ള തയ്യിബാതിഹി ലിൽആഖിറ. അവൻ ദുനിയാവിലെ വിഭവങ്ങളെല്ലാം ഇവിടെ തന്നെ ആസ്വദിച്ച് തീർക്കുകയാണോ? അല്ല, ചിലത് പരലോകത്തിന് വേണ്ടി അവിടെ മാറ്റിവെക്കും. വഅമ്മൽ കാഫിറു ഫഇന്നഹു ലാ യുഅ്മിനു ബിൽആഖിറ. എന്നാൽ കാഫിർ പരലോകത്ത് വിശ്വസിക്കുന്നില്ല. ഫഹുവ ഹരീസുൻ അലാ തനാവുലി ഹുബൂദിഹി കുല്ലിഹാ വതയ്യിബാതിഹി ഫിദ്ദുനിയ. അവൻ ആർത്തിയാണ്. എന്താണ് അവൻ ആർത്തി? ദുനിയാവിലെ ചിലതൊക്കെ തീർക്കണം. അതായത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഒഴിവാക്കണമെങ്കിൽ എന്തുണ്ട്? പരലോകത്ത് കിട്ടുന്ന പ്രതീക്ഷയുണ്ട്. കാഫിറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവൻ ഇവിടെ കിട്ടുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതൊക്കെ ഇവിടെ തന്നെ ഉപയോഗിച്ച് തീർക്കണം. അപ്പൊ അതുകൊണ്ട് ആ വ്യത്യാസം. അപ്പോ ദുനിയാവിലെ ആസ്വാദനം പരലോകം ഒരുമിച്ച് കിട്ടൂല. അതുപോലെ ഹറാമിന്റെയും ഹലാലിന്റെയും ആസ്വാദനം ഒരിനത്തിൽ ഒരുമിച്ച് ലഭിക്കുകയില്ല. ومنها علمه بأن أعماله هي زاده ووسيلته إلى دار إقامته. അതുപോലെ തന്നെ അവന് അറിവുണ്ടാവണം, അല്ലെങ്കിൽ ബോധമുണ്ടാകണം, അവന്റെ കർമ്മങ്ങളാണ് നാളെ പരലോകത്തേക്ക്, സ്ഥിരമായിട്ടുള്ള പരലോകത്തേക്ക് അവനെ എത്തിക്കാനുള്ള മാർഗവും വിഭവങ്ങളും. فإن تزود من معصية الله أوصله ذلك الزاد إلى دار العصاة والجنات. അവൻ തെറ്റാണ്, പാപങ്ങളാണ് ചെയ്തത് എങ്കിൽ ആ കാരണങ്ങൾ കൊണ്ട്, ആ പാപങ്ങൾ കൊണ്ട് അവൻ എങ്ങനെ എത്തുള്ളൂ? പാപികളുടെ ഭവനത്തിലേക്ക് എത്തുള്ളൂ, നരകത്തിലേക്ക് എത്തുള്ളൂ. وإن تزود من طاعته وصل إلى دار أهل طاعته وولايته. അവിടെ അനുസരണമാണ് അവൻ ചെയ്യുന്നത് എങ്കിൽ വലായത്തിന്റെയും അനുസരണത്തിന്റെയും ആളുകളുടെ ഭവനത്തിലേക്ക്, സ്വർഗത്തിലേക്ക് എത്തും. അഥവാ ചെയ്യുന്ന കർമ്മം അതുകൊണ്ട് ഞാൻ എവിടെ എത്തുക എന്നുള്ള ചിന്ത അവനുണ്ടാകണം. ഇതൊക്കെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപകരിക്കുന്ന കാര്യങ്ങളാണ്, അഥവാ അനന്തരഫലമായിട്ടുള്ള ചിന്തകളാണ്. ومنها علمه بأن عمله هو وليه في قبره وأنيسه فيه وشفيعه عند ربه. അവൻ അറിവ് ബോധമുണ്ടായിരിക്കണം, അവന്റെ കർമ്മങ്ങളാണ് അവന്റെ ഖബറിൽ അവന് കൂട്ടിനുണ്ടാവുക, അവന് കൂട്ടാളിയായിട്ടുണ്ടാവുക, അവന് ശുപാർശ ചെയ്യാൻ സഹായത്തിനായിട്ടുണ്ടാവുക, ശുപാർശകരായിട്ടുണ്ടാവുക. വൽ മുഖാസിം വൽ മുഹാജു അൻഹു. അവന് വേണ്ടി അള്ളാഹുവിനോട് തർക്കിക്കുന്ന, അല്ലെങ്കിൽ തെളിവ് സ്ഥാപിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ പല കർമ്മങ്ങളും കേട്ടിട്ടുണ്ട്. ചില സൂറത്തുകൾക്ക് പ്രത്യേകതയുണ്ട്, ചില കർമ്മങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. അള്ളാഹു നബിൽ പറയും, ഇപ്പൊ ഖുർആൻ പറയും, നമ്മൾ ഖുർആൻ എന്നെ പാരായണം ചെയ്യാൻ വേണ്ടി പിന്നെ രാത്രി ഉറക്കൊഴിച്ചിട്ടുണ്ട് റബ്ബെ, അവൻ എന്ത് ചെയ്യണം? നീ ശുപാർശ സ്വീകരിക്കണം. നോമ്പ് പറയും. അതുപോലെ തന്നെ ചില സൂറത്തുകൾ പറയും, സൂറത്തുൽ ബഖറ, സൂറത്തുൽ മുൽക്ക് ഒക്കെ പറയും. അപ്പോ അങ്ങനെ ഈ കർമ്മങ്ങളാണ് അവന് വേണ്ടി ഉണ്ടാവുക. ഫഇൻ ശാഅ ജഅലഹു ലഹു വഇൻ ശാഅ ജഅലഹു അലൈഹി. അപ്പൊ അവൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവന്റെ കർമ്മങ്ങൾ അവന് ഉപകരിക്കുന്നതാക്കട്ടെ, അതല്ലെങ്കിൽ അവൻ എതിരാകുന്നതാക്കട്ടെ. അഥവാ പാപങ്ങളാണ് ചെയ്തെങ്കിൽ അവനെതിരായിരിക്കും, സൽക്കർമ്മങ്ങൾ അവന് ഉപകരിക്കുന്നതായിരിക്കും. ومنها علمه بأن أعمال البر تنهض بالعبد وتقوم به. അതുപോലെ തന്നെ കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ എന്നുള്ളത് അവനെ നിലനിർത്തുന്ന കാര്യങ്ങളാണ്. وتسعد إلى الله به. ആ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. فبحسب قوة تعلقه بها يكون سعوده مع سعودها. അവന്റെ എത്രത്തോളം ആ കർമ്മങ്ങൾ നന്നായിട്ടുണ്ടോ അതനുസരിച്ചിട്ട് അവനെയും കൊണ്ട് അത് ഉയരുക. അതായത് സൽക്കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയരും. ആ സൽക്കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ ആ സൽക്കർമ്മങ്ങൾ ആരെയും കൊണ്ടുപോകും? അവനെയും കൊണ്ടുപോകും. സൽക്കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ സൽക്കർമ്മങ്ങൾ അവനെ കൊണ്ടുപോകും. وأعمال الفجور تهوي به وتجذبه إلى الهاوية وتجره إلى أسفل السافلين. തെമ്മാടിത്തരങ്ങളും പാപങ്ങൾ എന്താ ചെയ്യുക? ഒരുവനെ വലിച്ചിട്ടിട്ട് താഴത്ത് കൊണ്ടുപോയി ഹാവിയ, നരകത്തിലേക്ക് കൊണ്ടുപോയി ഇടുക ചെയ്യാം, ഏറ്റവും അടിത്തട്ടിലേക്ക്. وبحسب قوة تعلقه بها يكون هبوطه معها ونزوله إلى حيث يستقر به. അവന്റെ എത്രത്തോളം ആ പാപങ്ങളായിട്ട് അവന് ബന്ധമുണ്ടോ അതിനനുസരിച്ചിട്ട് അവനും പോകും. അതായത് സൽക്കർമ്മങ്ങൾ അവനായിട്ടുള്ള ബന്ധം അനുസരിച്ച് സൽക്കർമ്മങ്ങൾ ഉയരുമ്പോൾ അവനെയും കൊണ്ട് ഉയരും. പാപങ്ങൾ നിന്ദ്യമായതുകൊണ്ട് പാപങ്ങളായിട്ട് എത്ര ബന്ധമുണ്ടോ ആ പാപങ്ങളിലൂടെ അവനും താഴേക്ക് പോകും. എന്നിട്ട് അതിന് രണ്ട് ദലീലായിട്ട് രണ്ട് ആയത്ത് കൊടുക്കുന്നുണ്ട്. സൂറത്ത് ഫാത്തിറിലെ 10-ാമത്തെ ആയത്ത് ഖാല അല്ലാഹു തആല ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉഹു. അല്ലാഹുവിലേക്ക് കലിമു ത്വയ്യിബും അമലു സ്വാലിഹും ഉയർത്തപ്പെടുന്നു. വഖാല തആല ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറു അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാഇ. പിന്നെ പാപങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അള്ളാഹുവിനെ കളവാക്കുന്ന, അഹങ്കാരം കാണിക്കുന്ന ആളുകൾ അവർക്ക് ആകാശത്തിലെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. ഒന്നാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? അള്ളാഹുവിലേക്ക് അമലുസ്സാലികൾ ഉയർത്തപ്പെടും. രണ്ടാമത്തെ ആയത്തിൽ ആളുകൾക്ക് കവാടം തുറക്കപ്പെടില്ല. എന്നിട്ട് വിശദീകരിക്കുകയാണ്, ഫലമ്മാ ലം തുഫ്തഹ് അബ്വാബുസ് സമാഇ ലിഅഅമാലിഹിം. ഈ കാഫിരീങ്ങളുടെ കർമ്മങ്ങൾക്ക്, തെമ്മാടികളുടെ കർമ്മങ്ങൾക്ക് ആകാശത്ത് കവാടങ്ങൾ തുറക്കപ്പെടുന്നില്ല എങ്കിൽ, ബലൂഗലിഖത് അൻഹ, അത് അടക്കപ്പെട്ടതാണ് എങ്കിൽ, ലം തുഫ്തഹ് ലിഅർവാഹിഹിം ഇൻദൽ മുഫാറഖതി ബൽ ഉഗ്ലിഖത് അൻഹ.
ഇവർ മരണപ്പെട്ടു പോകുമ്പോഴും ഇവരുടെ റൂഹിന് വേണ്ടിയിട്ടും കവാടം തുറക്കൂല. അതായത് ആകാശത്തേക്ക് ഉയരാത്ത കർമ്മമാണ് എങ്കിൽ ആ കർമ്മങ്ങൾ ചെയ്ത ആളുകളുടെ റൂഹും അങ്ങോട്ട് കയറിപ്പോകൂല, അഥവാ ആ വാതിൽ അടക്കപ്പെടും. വഹലുൽ ഈമാൻ വൽ അമലി സ്വാലിഹ് ലമ്മാ കാനത് അബ്വാബു السماء മഫ്തൂഹത ലിഅമാലിഹാ ഹത്താ വസലത് ഇല അല്ലാഹി സുബ്ഹാനഹു. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഈമാനുള്ള ആളുകൾ അവരുടെ സൽക്കർമ്മങ്ങൾ ആകാശത്തിലേക്ക് പോകുമ്പോൾ ആകാശം തുറക്കപ്പെടുന്നുണ്ട് എങ്കിൽ ഫുതിഹത് ലി അർവാഹിഹിം ഹത്താ വസലത് ഇലൈഹി തആല, അവരുടെ റൂഹുകൾ പോകുമ്പോഴും ആ കവാടങ്ങൾ തുറക്കപ്പെടും. വഖാമത് ബൈന യദൈഹി ഫറഹിമഹാ വഅമറ ബികിതാബതി ഇസ്മിഹാ ഫി ഇല്ലിയീൻ. അല്ലാഹു തആല അവന്റെ നാമം ഇല്ലിയിൽ രേഖപ്പെടുത്താനും പറയും. ഇത് വലിയൊരു ഹദീസിന്റെ ആശയാണ് ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ മരണപ്പെട്ട ആളുകളുടെ റൂഹ് പോകുന്ന ആ ഹദീസിന്റെ ആശയം മൊത്തത്തിൽ മുഖയും ചുരുക്കി പറഞ്ഞതാണ്. ആ ഹദീസാണിത്. ആ ഹദീസാണ് ഈ ഒരു വാചകത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് വളരെ ചുരുക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. ആ ഹദീസ് കേട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ومنها خروجه من حسن الله الذي لا ضيعة على من دخله فيخرج بمعصيته منه. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കോട്ടയിൽ നിന്ന്, സംരക്ഷണ കോട്ടയിൽ നിന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു ദോഷവും വരാത്ത കോട്ടയിൽ നിന്ന് പാപം കൊണ്ട് അവൻ പുറത്തു പോയിരിക്കുകയാണ്. അതായത് ദിക്ർ, അള്ളാഹുവിനുള്ള അനുസരണം, ഖുർആൻ പാരായണം, ഇത് നമ്മൾ അറിയാതൊരു സംരക്ഷണം നമ്മുടെ ചുറ്റും ഉണ്ടാക്കുന്നുണ്ട്. അത് ശത്രുവിന് നമ്മിലേക്ക് കടക്കാൻ പറ്റാത്തതാണ്. ആ പാപം ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സംരക്ഷണത്തിനെ തകർക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അതിന് പുറത്തു ചാടുകയാണ്. മിൻഹു ഇലാ ഹൈസ് യസീറു നിഹ്ബൻ ലുസൂസ് വഖുത്താഇ തരീഖ്. അങ്ങനെ അവൻ എന്താവുന്ന വെച്ച് കഴിഞ്ഞാൽ കള്ളന്മാർക്കും വഴിക്കൊള്ളക്കാർക്കും എടുക്കാനുള്ള ഒരു കാര്യമായിട്ട് അവൻ മാറിത്തീരും. ഫമാ ബന്നു ബിമൻ ഖറജ മിൻ ഹിസ്നിൻ ഹസീനിൻ ലാ തുദ്രികു ഫീഹി ആഫത്തുൻ ഇലാ ഖിർബത്തിൻ മൂഹിഷ ഹിയ മഅവൽ ലുസൂസ് വഖുത്താഇ തരീഖ്. നിങ്ങൾ എന്താ ഒരാളെ പറ്റി വിചാരിക്കുന്നത്? പറയാണ്, എന്താ ഒരാളുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്കിയും. അവൻ ഒരു കോട്ടയിൽ നിന്ന് പുറത്തു പോവുകയാണ്. അവന് സംരക്ഷണമായ കോട്ടയിൽ നിന്ന് പുറത്തു പോയിട്ട് വേറെ ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലത്ത് പോവുകയാണ്. അവിടെയാണെങ്കിൽ കള്ളന്മാരും കൊള്ളക്കാരും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരാൾ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? അതായത് കള്ളന്മാരും കൊള്ളക്കാരുടെ ഒരു അവസ്ഥയിൽ ഒരു സംരക്ഷണം ഇല്ലാത്ത സ്ഥലത്ത് പോയാൽ എന്താണ്ടാവും? ഫഹൽ യത്റുകൂന മഅഹു ശൈഅൻ മിൻ മതാഇഹി. അവന്റെ വിഭവങ്ങളിൽ നിന്ന് എന്തെങ്കിലും ആ കൊള്ളക്കാര് ബാക്കി വെക്കുവോ? അതായത് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. പാപം ചെയ്ത് നമ്മൾ അതിന്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും പിശാചിനെ എടുക്കാനുള്ള വകുപ്പിലായി തീരും. പിന്നെ പിശാച് എടുത്തെടുത്ത് എന്തുണ്ടാവൂല, നമ്മളെ ഒന്നും ബാക്കിയില്ലാത്ത അവസ്ഥയിൽ നമ്മളെ എടുത്തുകൊണ്ട് പോകും. അഥവാ നമ്മുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാക്കുന്ന പണിയെടുക്കും. ومنها أنه بالمعصية قد تعرض لمحق بركته. എന്തുണ്ടാകും? പാപങ്ങൾ കാരണത്താൽ ബറക്കത്ത് നഷ്ടപ്പെടും. ബറക്കത്ത് വലിയൊരു വിഷയമാണ് സഹോദരങ്ങൾ. അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഒരു സബബുമില്ല. ബറക്കത്തിന് യാതൊരു സബബിനെയും കൊണ്ട് നമുക്ക് അളക്കാൻ പറ്റൂല. ബറക്കത്ത് അത്ര വലുതാണ്. 1000 രൂപക്കും 1,00,000-നും ഒരേപോലെ ഉപകാരം ഉണ്ടാവണം ആലോചിച്ച് നോക്കി. അതാണ് ബറക്കത്ത്. നമുക്ക് അളക്കാൻ പറ്റൂല. ഭൗതികമായ കാര്യകാരണങ്ങൾ കൊണ്ട് നമുക്ക് അതിനൊക്കെ മനസ്സിലാക്കാൻ പറ്റൂല. 1 മണിക്കൂറിനും 10 മണിക്കൂറിനും ഒരേ ഉപകാരം ആലോചിച്ച് നോക്കി. ഒരാൾ 10 മണിക്കൂർ കൊണ്ട് പഠിക്കുന്ന ഒരു കാര്യം ഒരാൾക്ക് 1 മണിക്കൂറിൽ പഠിക്കാൻ പറ്റുക. 10 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുക. അതാണ് ബറക്കത്ത് പറഞ്ഞത്. അത് നമുക്ക് ദുനിയാവിന്റെ അളവുകോൽ കൊണ്ട് അളക്കാൻ പറ്റിയൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ ബറക്കത്ത് നഷ്ടപ്പെടും പാപം ചെയ്തു കഴിഞ്ഞാൽ. അബിൽ ജുംല, എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് ഇബ്നുൽ ഖയ്യിം ഈ ഒരു ആശയത്തെ മുഴുവനാക്കി ചുരുക്കി പറയുകയാണ്. ഫആസാറുൽ മഅസിയത്തിൽ ഖബീഹ അക്സർ മിൻ അൻ യുഹീത ബിഹൽ അബ്ദു ഇൽമ. ഒരു അടിമക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാണ് പാപങ്ങളുടെ അനന്തര ദോഷഫലങ്ങൾ. വാസാറു താഅത്തിൽ ഹസന അക്സർ മിൻ അൻ യുഹീത ബിഹാ ഇൽമ. ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന, ഒരു അടിമക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാണ് നന്മയുടെ ഗുണങ്ങളും. പാപങ്ങളുടെ ദോഷങ്ങളും നന്മയുടെ ഗുണങ്ങളും. ഫഖൈറുദ്ദുനിയ വല്ലാഖിറ ബിഹദാഫിരിഹി ഫീ തഅത്തില്ലാ. ദുനിയാവിന്റെയും പരലോകത്തിന്റെയും എല്ലാ സുഖസൗകര്യങ്ങളും കൊണ്ടുള്ള എല്ലാ ഖൈറുകളും അള്ളാഹുവിനുള്ള അനുസരണത്തിലാണ്. വശറുദ്ദുനിയ വല്ലാഖിറ ബിഹദാഫിരിഹാ ഫീ മഅസിയ. ദുനിയാവിലെയും പരലോകത്തെയും മൊത്തത്തിലുള്ള ഷർറ് അത് അള്ളാഹുവിനുള്ള അനുസരണക്കേടിലാണ്. വഫീ ബഅദിൽ ആസാർ, ചില അസറുകളിൽ യഖൂലുല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹു തആല പറഞ്ഞതായിട്ട് ചില അസറുകൾ വന്നിട്ടുണ്ട്. അസറുകൾ എന്ന് കൊടുത്താൽ ഇസ്രായേലിയത്തോ മറ്റോ ആയിരിക്കും. തള്ളുകയും ഒഴിവാക്കുകയും ചെയ്യാറില്ല. നമ്മുടെ ദീനിന്റെ, നമ്മുടെ ശറഇന്റെ എതിരല്ലാത്തോടത്തോളം കാലം അതിന്റെ ആശയത്തെ പറയുന്നു എന്ന് മാത്രം. മൻദല്ലദി അതാഅനി ഫശഖിയ ബിതാഅതി. ആരാണ് എന്നെ അനുസരിച്ച് ആ അനുസരണത്തിന്റെ പേരിൽ ദൗർഭാഗ്യവാനാവാനുള്ളത്? വമൻദല്ലദി അസാനി ഫസഅദ ബിഅസിയതി. ആരാണ് എന്നെ
ധിക്കരിച്ചുകൊണ്ട് ആ ധിക്കാരം കൊണ്ട് രക്ഷപ്പെടാനുള്ളത്. അഥവാ നല്ല ചെയ്താൽ നല്ല കിട്ടും, തെറ്റ് ചെയ്താൽ തെറ്റേ കിട്ടുകയുള്ളൂ എന്നുള്ളത്. ഇത് സഹോദരങ്ങളെ വളരെയധികം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ദാഉദ് ദവായിൽ ഇതിനേക്കാൾ കാര്യങ്ങൾ പാപങ്ങളുടെ അനന്തരഫലങ്ങളായിട്ട് എണ്ണി പറഞ്ഞിട്ട് വിശദമായി അതിനെ ചർച്ച ചെയ്തിട്ടുണ്ട്. അസ്സബബു സാമിൻ, എട്ടാമത്തേത്, 10 കാര്യങ്ങളാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. എട്ടാമത്തേത് ഖിസറുൽ അമൽ, അതായത് പാപങ്ങളിലേക്കുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തത്തെ നിയന്ത്രിക്കാൻ നമ്മൾ ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ എട്ടാമത്തേത് ഖിസറുൽ അമൽ, ദുനിയാവിലുള്ള പ്രതീക്ഷ കുറക്കുക. അമൽ എന്ന് പറഞ്ഞാൽ ഇനി കുറെ കാലമുണ്ട്, എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്, ആ ഒരു ചിന്ത ഉണ്ടല്ലോ, എന്നാണ് അമൽ എന്ന് പറയാം, അത് കുറക്കുക. വഇൽമുഹു ബിസുർഅത്തി ഇന്തിഖാലിഹി, ഒരു ബോധം ഉണ്ടാവുക, ഞാൻ ഇവിടെ പെട്ടെന്ന് പോകാനുള്ളതാണ്, ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് പോകാനുള്ളതാണുള്ള ബോധം ഉണ്ടാവുക. വഅന്നഹു കമുസാഫിരിൻ ദഹല ഖറിയതൻ വഹുവ മുസ്മിഉൻ അൽ ഖുറൂജ് മിൻഹാ, അവൻ ഒരു ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആള്, അയാളൊരു യാത്രക്കാരൻ, അവനൊരു നാട്ടിൽ പോയി, അവനാണെങ്കിലോ വേഗം ഇവിടുന്ന് പോയാൽ മതി എന്നുള്ള നിലക്ക് തിരക്കിലാണ്, ആ നിലക്കുള്ള യാത്രക്കാരനെ പോലെയാണ്. ഔ കറാകിബിൻ ഖാല ഫീ ظل شجرة ثم سار وتركها, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ അവൻ കൈലൂലത്ത് ഉറങ്ങാണ്, ഒരു വൃക്ഷത്തിന്റെ കീഴിൽ പകലിലെ ഒരു ഷോർട്ടായിട്ട് ഒരു കൈലൂലിയത്ത് ഉറങ്ങാണ്, ആ ഉറങ്ങുന്ന എന്നിട്ട് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നവനെ പോലെ. فهو لعلمه بقلة مقامه وسعة انتقاله حريص على ترك ما يثقل حمله, അവനറിയാം എനിക്കിത് യാത്രയാണ്, എനിക്ക് വേഗം പോകണം, അതുകൊണ്ട് തന്നെ അവന് ഭാരമാവുന്ന കാര്യങ്ങളൊന്നും ഏറ്റാൻ നിൽക്കാതെ വേഗം അവിടുന്ന് ഒഴിവാക്കിയിട്ട് പോകാൻ നോക്കാൻ. വയബുറുഹു അലാ യൻഫഉഹു, അവന് ദോഷവും അവന് ഉപകാരവും അതൊന്നും അവൻ നോക്കാതെ വേഗം ഇവിടുന്ന് സ്ഥലം വിടണം. അതുകൊണ്ട് പിന്നെ അവന് ദോഷമുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഉപകാരമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പോവാൻ. ഹരീസുൻ അലൽ ഇന്തിഖാൽ ബിഖൈരി മാ ബിഹദറതിഹി, അവൻ അപ്പം ഉണ്ടാവണ നന്മയല്ലാതെ വേറൊന്നിനും ചിന്തയില്ല, വേഗം ഇവിടുന്ന് പോകണം എന്നുള്ള ചിന്തയുള്ളൂ. ഫലൈസ ലിൽ അബ്ദി അൻഫഉ മിൻ ഖിസറിൽ അമൽ, ഇതുപോലെ ദുനിയാവിൽ കുറഞ്ഞ പ്രതീക്ഷയേക്കാൾ ഒരു അടിമക്ക് ഉപകാരപ്പെടുന്ന വേറൊരു കാര്യമില്ല. വലാ അബറ മിന തസ്വീഫ് യതൂലിൽ അമൽ, അതുപോലെ തന്നെ തസ്വീഫിനേക്കാൾ, തസ്വീഫ് എന്ന് പറഞ്ഞാൽ പ്രൊക്രാസ്റ്റിനേഷൻ, നാളെ ചെയ്യാം നാളെ ചെയ്യാം നാളെ ചെയ്യാം, വൈകിപ്പിക്കുക. പിശാദിന്റെ സൈന്യം എന്നാ പറയാമല്ലോ മക്കളെ അതിനെ. ഒരു കാര്യം നാളെ തൗബ നാളെ ചെയ്യാം, ഒന്ന് ഈ ഒരു സൽക്കർമ്മം അത് നാളെ ചെയ്യാം, അങ്ങനെ നീട്ടി വെക്കൂലേ, വൈകിപ്പിക്കുക നീട്ടി വെക്കുക എന്ന് പറയാം തസ്വീഫ് പറയാം. തൂലുൽ അമൽ പറഞ്ഞാൽ ദുനിയാവിൽ വലിയ പ്രതീക്ഷ കൊടുക്കുക. ഹസൻ ബസരി റഹിമഹുല്ലാ അദ്ദേഹം 3 ആളുടെ ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 ആളുകൾ ഒരുമിച്ച് കൂടി, എന്നിട്ട് അവർ വിഷയം ഈ അമലിനെ സംബന്ധിച്ച ദുനിയാവിലുള്ള പ്രതീക്ഷയെ സംബന്ധിച്ച് അവർ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒരാൾ പറഞ്ഞു, ഏതൊരു മാസം തുടങ്ങിയാലും ഞാൻ ആ മാസത്തിന്റെ അവസാനമായിരിക്കുന്ന രീതിയിലാണ് ആ മാസം ഞാൻ ആരംഭിക്കുക എന്ന് പറഞ്ഞു. അയാളുടെ കുറഞ്ഞ പ്രതീക്ഷ പറയാം. അപ്പൊ മറ്റൊരാൾ പറഞ്ഞു, ഞാൻ ഏതൊരു ദിവസം ആരംഭിച്ചാലും ഈ ദിവസത്തിന്റെ അവസാനത്തെ ദിവസമായിട്ടാണ് തുടങ്ങാറ് എന്ന് പറഞ്ഞു. അപ്പൊ 3ാമത്തെ ആൾ കേട്ടിട്ട് പറഞ്ഞു, സ്വന്തം കാര്യം അവനവന്റെ കയ്യിലല്ലാത്ത ഞാൻ എന്ത് പ്രതീക്ഷ വെക്കാനാണ്, അതായത് അവനവന്റെ കാര്യം എന്റെ കയ്യിലല്ലാത്ത ഞാൻ എന്ത് പ്രതീക്ഷ വെക്കാനാണ് എന്ന്. അതേപോലെ മനുഷ്യന്റെ അവസ്ഥ, അതാണ് മനുഷ്യന്റെ യാഥാർത്ഥ്യം. അപ്പോ ഈ ഖിസറുൽ അമൽ എന്നുള്ളത് ഇത് തീരാനുള്ളതാണ്, ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് പോകും എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ എത്ര ആഗ്രഹം തോന്നുന്ന പാപാണെങ്കിലും നമുക്കൊന്ന് പിടിച്ചേക്കാൻ പറ്റും. ഇതിപ്പോ കഴിഞ്ഞു പോകുന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ എത്ര നമ്മെ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്ന, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന പാപാണെങ്കിലും നമുക്കത് ഒഴിവാക്കാൻ പറ്റും. ഒരു നിമിഷത്തെ ഒരു ദൃഢനിശ്ചയം മതി നമ്മൾ കാലങ്ങളായി അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാപത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ. ഒരു നിമിഷത്തെ ദൃഢനിശ്ചയം മതി, അതില്ലാത്തതാണ് നമുക്ക് സംഭവിക്കുന്ന അപകടം. അസബബു താസിഅ, 9ാമത്തേത് മുജാനബത്തുൽ ഫുദൂലി ഫീ മത്അമിഹി വമശ്റബിഹി വമൽബസിഹി വമനാമിഹി വജ്തിബാഇഹി ബിന്നാസ്, ഫുദൂലുകൾ ഒഴിവാക്കുക. ഫുദൂലുകൾ എന്ന് പറഞ്ഞാൽ അനുവദനീയമായ കാര്യങ്ങളിൽ തന്നെ അത് കൂടുതൽ ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാന ഹുക്കം എന്തായിരിക്കും? മുബാഹായിരിക്കും, അനുവദനീയമായിരിക്കും. അത് അധികമാകാതിരിക്കുക. ഏതുപോലെ? ഭക്ഷണം പരിധി വിട്ടിട്ട് കൂടുക എന്നുള്ളത്. മഷ്റബ്, പാനീയങ്ങൾ, അത് പരിധി വിട്ടിട്ട് പാനീയങ്ങൾ കുടിക്കുക എന്നുള്ളത്. മൽബസ്, വസ്ത്രങ്ങൾ, അത് ആവശ്യത്തിനപ്പുറത്തേക്ക് പരിധി വിട്ട് കൂടുക എന്നുള്ളത്. വമനാം, ഉറക്കം, ഒരു മനുഷ്യന്റെ അവന്റെ ആവശ്യം എന്താണോ ആ ഉറക്കത്തിന്റെ അവസ്ഥ കൂടുക. വജ്തിമാഇഹി ബിന്നാസ്, ആളുകളുമായിട്ട് കൂടിയിരുന്ന് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ ഇതിൽ അസ്ലി വെച്ചാൽ എന്താ? അനുവദനീയമാണ്. ചില സമയത്ത് നിർബന്ധവും ഭക്ഷണം ഉറക്കവും ഇതൊക്കെ. പക്ഷെ ഈ കാര്യങ്ങൾ എന്താ പരിധി വിടരുത്. പരിധി വിട്ടോ അടുത്ത പാപത്തിലേക്കുള്ള പോക്കായിരിക്കും. പറയാണ് ഫൈന ഖുവ്വത ദാഇ ഇലൽ മആസി, ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
പല ആളുകളും അവർക്ക് അടിമപ്പെട്ടു പോകുന്ന പാപങ്ങൾ എന്താണ് എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തത്, പ്രത്യേകിച്ചും യുവാക്കളിലും അതുപോലെ തന്നെ ഏറ്റവും നല്ല കുവ്വത്തുണ്ടാകുന്ന സമയത്തും അവരുണ്ടാകുന്നതാണ് എനിക്ക് പാപങ്ങൾ ഒഴിവാക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല. എന്നാൽ അതിന്റെ കാരണം അതിന്റെ പിന്നിലുണ്ട്. അതാ പറയുന്നത് മക്കയും പറയാണ് പാപത്തിലേക്കുള്ള പ്രേരണയുടെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നമാ തൻശഉ മിൻ ഹാദിഹിൽ ഫുദലാത്ത്, അതുണ്ടാകുന്നത് ഈ ഫുദൂലുകളിൽ നിന്നാണ്. അതായത് പാപങ്ങളിലേക്കുള്ള പ്രേരക ശക്തി കൂടുന്നത് യഥാർത്ഥത്തിൽ അനുവദനീയമായ കാര്യങ്ങളിൽ പരിധി വിട്ട് കൂടുമ്പോഴാണ് പാപങ്ങളിലേക്കുള്ള പ്രേരണ ശക്തി കൂടുന്നത്. അതാണ് അതിന്റെ കാരണം. അനുവദനീയമായ കാര്യങ്ങൾ അതിന്റെ ഒരു പരിധിയിൽ നിർത്താതെ പരിധി വിട്ടു കഴിഞ്ഞാൽ അത് പാപത്തിലേക്കുള്ള പ്രേരണയാണ്. കാരണം അനുവദനീയമായ കാര്യങ്ങൾ തന്നെ അതൊന്നു കഴിഞ്ഞ ഒന്ന് കഴിഞ്ഞ ഒന്ന് അതിന്റെ ഒരു കംപ്ലീഷൻ, ഒരു പരിപൂർണത വേണം, ഒന്ന് മാറി തീർക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുക. അനുവദനീയമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണ് ഹറാമുള്ളത്. അതായത് അനുവദനീയ കാര്യങ്ങൾ തീർന്നു വിചാരിക്കുക, അനുവദനീയമായ കാര്യങ്ങൾ ഒരാൾ ഫുള്ള് ചെയ്തു കഴിഞ്ഞു വിചാരിക്കുക, പിന്നെ അയാൾക്ക് എന്താ ഉള്ളത്? ഹറാമുള്ളത്. അതിലേക്കുള്ള ക്ഷണം കൂടിക്കൊണ്ടിരിക്കും. എന്നിട്ട് പറയാണ് ഒരടിമക്ക്, അതായത് ഇതുവരെ പറഞ്ഞ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവദനീയമായ കാര്യങ്ങൾ യഥേഷ്ടം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് അത് ഹറാമിലേക്കുള്ള പ്രേരണയായിരിക്കും. അപ്പൊ അനുവദനീയമായ കാര്യങ്ങൾ നമ്മൾ കുറച്ച് പിടിച്ചു വെച്ച് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം വരുമ്പോൾ അതിന്റെ ഒരു പരിധിയിലേ പോവുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് പോവില്ല. അതിന്റെ ഒരു പരിധിക്കേ പോവുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് പോവില്ല. എന്നാൽ അനുവദനീയ കാര്യങ്ങളൊക്കെ നമ്മൾ തീർന്നു കഴിഞ്ഞാലോ മനുഷ്യന് മതിയാവില്ല, പിന്നെയും വേണം. പിന്നെ അടുത്ത ഓപ്ഷൻ എന്തുണ്ടാവുള്ളൂ? ഹറാമേ ഉണ്ടാവുള്ളൂ. അതാണ് അതിന്റെ വശം പറയുന്നത്. എന്നിട്ട് പറയാണ് ഒരടിമക്ക് ദോഷം വരുന്ന ഏറ്റവും വലിയ കാര്യം പ്രത്യേകിച്ച് ഒരു പണിയില്ലാതെ ഇങ്ങനെ ഇരിക്കുക, വെറുതെ ഇരിക്കുക, ഒന്നിലും മുഴുകാതെ വെറുതെ അങ്ങനെ ഇരിക്കുക. അതാണ് ഏറ്റവും ദോഷമുള്ള ഒരു കാര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശരീരം വെറുതെ ഇരുന്നാലും നമ്മുടെ മനസ്സെന്തിരിക്കൂല, വെറുതെ ഇരിക്കൂല. ബൽ ഇൻ ലം യശ്ഗൽഹാ ബിമാ യൻഫഉഹാ, ആ നഫ്സിന് ഉപകരിക്കുന്ന കാര്യത്തിൽ നമ്മൾ അതിനെ മുഴുകിപ്പിച്ചില്ല എങ്കിൽ ശഗലത്ഹു ബിമാ യദുറുഹു വലാ ബുദ്, ആ നഫ്സ് എന്താ ചെയ്യുക? അവന് ദോഷമുള്ള കാര്യത്തിൽ അതിന് മുഴുകും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു സമയത്തിൽ നന്മയായിട്ട് നഫ്സിനെ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോയിട്ടില്ല എങ്കിൽ നഫ്സ് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യും? അതിന് തോന്നിയ പോലെ കൊണ്ടുപോകും. വെറുതെ ഇരിക്കുക പറഞ്ഞൊരു അവസ്ഥ ശരീരത്തിന് ഉണ്ടായാലും മനസ്സിന് ഉണ്ടാവില്ല. മനസ്സ് എന്തെങ്കിലും ഒരു പണി എടുത്തുകൊണ്ടിരിക്കും. അപ്പൊ അതിന് നല്ല പണിക്ക് നമ്മൾ എടുത്തിട്ടില്ല എങ്കിൽ അത് നമ്മളെ കൊണ്ട് അടുത്ത തെറ്റിലേക്ക് നമ്മെ കൊണ്ടുപോയി എത്തിക്കും. അതിനുള്ള ഇന്ധനമാണ് എന്ത്? നേരത്തെ പറഞ്ഞ അനുവദനീയമായ കാര്യങ്ങളിൽ കൂടുതൽ ഉണ്ടാവുക എന്നുള്ളത്. അത് കുറച്ച് നോക്കി അനുവദനീയമായ കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളൊന്ന് കുറച്ച് നോക്കി നമുക്ക് പിന്നെ ആഗ്രഹം തോന്നുമ്പോൾ അത് കൂടുക എന്നല്ലാതെ തെറ്റിലേക്കുള്ള പ്രേരണ കുറയുന്നത് സംശയമില്ലാതെ നമുക്ക് ജീവിതത്തിൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഇത് എഴുതിയിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് അനുഭവമുള്ള കാര്യമാണത്. എഴുതിയത് കൊണ്ട് ചിന്ത നമുക്ക് അത്ര ചിന്ത അല്ലാത്തതുകൊണ്ട് ചിന്തിക്കാൻ ഉപകരിക്കുന്നു എന്ന് മാത്രം. അസ്സബബുൽ ആശിർ, അവസാനത്തെ കാര്യം ഇബ്നുൽ ഖയ്യിം പറയുന്നു വഹുവൽ ജാമിഉ ലിഹാദിൽ അസ്ബാബി കുല്ലിഹാ, ഈ പറഞ്ഞ എല്ലാ കാരണങ്ങളെയും സംക്ഷിപ്തമായി കൊണ്ടുള്ളതാണ് അവസാനത്തെ കാരണം. സബാതു ഷജറത്തിൽ ഈമാൻ ഫിൽ ഖൽബ്, ഖൽബിൽ ഈമാനിന്റെ വൃക്ഷത്തെ സ്ഥാപിക്കുക. ഫസബ്റുൽ അബ്ദി അനിൽ മആസി ഇന്നമാ ഹുവ ബിഹസബി ഖുവ്വതി ഈമാനിഹി, ഒരടിമക്ക് പാപത്തിൽ സ്വന്തത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അവന്റെ ഈമാനിന്റെ ശക്തിയുടെ അളവനുസരിച്ചിട്ടാണ്. ഫകുല്ലമാ കാന ഈമാനുഹു അഖ്വാ കാന സബ്റുഹു അതം, എത്രത്തോളം അവന്റെ ഈമാൻ ശക്തപ്പെടുന്നുവോ അവന്റെ ക്ഷമ പരിപൂർണമായിരിക്കും. വൈദാ വഅഫൽ ഈമാൻ ലഅഫ സബ്ർ, ഈമാൻ ദുർബലമായാൽ സബ്റും ദുർബലമാകും. فإن من باشر قلبه الإيمان بقيام الله عليه ورؤيته له وتحريمه لما حرم عليه وبغضه له ومقته لفاعله, എപ്പോഴെല്ലാം ഒരാളുടെ കൽബിൽ ഈമാൻ ചേരുന്നുവോ, ഈമാൻ കൽബിലേക്ക് ചേരുന്നുവോ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ മേലെയുള്ള അധികാരം, അല്ലാഹുവിന്റെ നോട്ടം, അല്ലാഹുവിന്റെ ഹറാമാക്കിയത് എന്തൊക്കെയാണ്, അല്ലാഹുവിന്റെ കോപം, ഈ കാര്യങ്ങളൊക്കെ അവന് ബോധ്യം ഉണ്ടാകും. വബാശറ ഖൽബഹു അൽ ഈമാൻ ബിസ്സവാബി വൽ ഇഖാബി വൽ ജന്നതി വന്നാർ, അവന്റെ കൽബിൽ ആ ഈമാൻ കൊണ്ട് സ്വർഗവും നരകവും പ്രതിഫലവും ശിക്ഷയും എല്ലാം ബോധമുണ്ടാകും.
മിൻ അൻ ലാ യഅമല ബിമൂജിബി ഹാദിഹിൽ ഇൽം, ഈ ഇൽമ് നിർബന്ധമാക്കുന്നത് കൊണ്ട് ആ ഹറാം എന്ന് അവനെ തടയും. അതായത് ചുരുക്കം പറഞ്ഞാൽ ഈമാൻ ഉണ്ടെങ്കിലേ, ഈമാനികമായ ശക്തി ഉണ്ടെങ്കിലേ പാപത്തിൽ നിന്ന് സ്വന്തത്തെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. വമൻ ظن أنه يقوى على ترك المخالفات والمعاصي بدون الإيمان الراسخ ثابت فقد غلط. ഇനി ഒരാൾ വിചാരിക്കുകയാണ് ഈ ഈമാൻ ശക്തിപ്പെടാതെ അവന് ഈ പാപങ്ങൾ ഒഴിവാക്കാനുള്ള ശക്തി കൂടുന്ന ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ അവന് തെറ്റ് പറ്റിയിട്ടുണ്ട്. അതായത് പാപങ്ങൾ ഒഴിവാക്കാൻ വേറെ എന്തൊക്കെ വഴികൾ ഇപ്പൊ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. സൈക്കോളജിക്കലി ഉള്ള കുറെ വഴികൾ പറഞ്ഞിട്ട് ഇന്ന ചെയ്താൽ ഇന്ന കാര്യങ്ങൾ ഒഴിവാക്കാം, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അങ്ങനൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഒരിക്കലും ഈമാൻ ശക്തിപ്പെടാതെ അവന് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ പാപത്തിൽ സബർ കണ്ടെത്താൻ സാധിക്കുകയില്ല. فإذا قوي سراج الإيمان في القلب وأضاءت جهاته كلها به, ആരെയാണോ കൽബിൽ ഈമാനിന്റെ വിളക്ക് അത് ശക്തിപ്പെടുകയും അത് പ്രകാശിക്കുകയും ചെയ്യുന്നത്, വഅശ്റഖ നൂറുഹു ഫി അർജാഇഹി സറാ ദാലിക നൂർ ഇല അൽഅബാഇ വൻബഅസ ഇലൈഹ, ആ പ്രകാശം മൊത്തത്തിൽ ശരീരത്തിലേക്ക് പടർന്നു പന്തലിച്ച് എല്ലാ അവയവങ്ങളിലും ഉറച്ചു നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. ഫഅസ്റഅത്തിൽ ഇജാബത്തു ലിദാഇൽ ഈമാൻ, ഈമാനിന്റെ വിളികൾക്ക് അവൻ ഉത്തരം ചെയ്യും, അഥവാ ദീനിയായിട്ടുള്ള ക്ഷണങ്ങളിലേക്ക്. വൻഖാദത് ലഹു താഇയത്തുൻ മുദല്ലലത്തുൻ ഗൈറ മുതസാഖിലത്തുൻ വലാ കാരിഹ, അവൻ അള്ളാഹുവിനെ ഏറ്റവും നല്ല രീതിയിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ, അഥവാ അനുസരിക്കാന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര ആസ്വാദനത്തോടെ ആയിരിക്കും, എന്തെങ്കിലും ഞെരുക്കത്തോടെ ബുദ്ധിമുട്ടിയോടെ ഒന്നും ആവില്ല, അവൻ ആസ്വദിച്ച് അവൻ അനുസരിക്കും. ബൽ തഫറഹു ബിദഅവതിഹി ഹീന യദ്ഉഹാ കമാ യഫറഹു الرجل ബിദഅവതി ഹബീബിഹി المحسن ഇലൈഹി ഇലാ മഹല്ലി കറാമതിഹി, അവൻ ഏതുപോലെ ഒരു സൽക്കർമ്മമുണ്ട്, ഒരു നിസ്കാരം അലി ഇബാദത്ത് മറ്റേയിലേക്കുള്ള അവന്റെ പ്രേരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സൽക്കരിക്കാൻ വേണ്ടി അവന്റെ പ്രിയപ്പെട്ട ഒരാൾ അവനെ ക്ഷണിക്കുമല്ലോ, അപ്പൊ ഉത്തരം ചെയ്തു പോവുമല്ലോ, അതുപോലെ ആയിരിക്കും ഇവനുണ്ടാവുക. അതായത് മസ്ജിദിലേക്ക് വരുന്ന ഓരോ ആളുകളും അള്ളാഹുവിന്റെ അതിഥികളാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അള്ളാഹു അങ്ങനെ വരുന്ന മസ്ജിദിലേക്ക് വരുന്ന ആളുകൾ കാണുമ്പോൾ അള്ളാഹു സന്തോഷിക്കും എന്നുള്ളത്. നമ്മൾ മസ്ജിദിൽ പോകുമ്പോൾ ഒരു നിസ്കരിക്കാൻ പോകുന്നുണ്ടല്ലോ, നമ്മളൊന്ന് ആലോചിച്ച് വെക്കുക. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാള്, അവൻ നമ്മളെ നല്ലൊരു സൽക്കാരം ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്ഷണിക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷവും നമ്മൾ ഒരുങ്ങി പോകുന്ന ഒരു അവസ്ഥയും നമുക്കുണ്ടാവുന്ന അവസ്ഥ ഉണ്ടല്ലോ, അതേപോലെ ആയിരിക്കും പിന്നെ ഇബാദത്തിന്റെ ഓരോ കാര്യങ്ങളൊക്കെ അവന് പോകുമ്പോൾ ഉണ്ടാവുക. ആ രീതിയിൽ അവന്റെ കൽബ് അവൻ സന്തോഷിക്കുന്ന അവസ്ഥയുണ്ടാകും ഈ ഈമാൻ കൽബിൽ ഉറച്ചു കഴിഞ്ഞാൽ. അവൻ എപ്പോഴും ആ രീതിയിൽ ആ ഒരുങ്ങി പോകുന്ന അവസ്ഥ. എന്നിട്ട് പറയാണ് സൂറത്തുൽ ബഖറയിൽ 15-ാമത്തെ ആയത്ത് കൊടുത്തിട്ട്, വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അല്ലാഹു അവന്റെ റഹ്മത്തിന് ചില ആളുകളെ തെരഞ്ഞെടുക്കുന്നു, അല്ലാഹു തആല അങ്ങേയറ്റം മഹത്തായ ഔദാര്യം ചൊരിയുന്നവനാണ് എന്നുള്ളത്. ഇതാണ് ഈ ഒരു വിഷയത്തിന്റെ പറഞ്ഞിട്ടുള്ള ഭാഗം. അവസാനത്തിൽ ഒരു ചർച്ചയാണ്, ഞാനത് വായിക്കുന്നില്ല. അതിന്റെ ചർച്ചയുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാപം ഒഴിവാക്കുന്നതിലുള്ള സബറാണോ അതല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലുള്ള സബറാണോ ഏറ്റവും വലുത്? അതായത് ഒരാൾ ഒരു തെറ്റ്, ആ തെറ്റ് ഒഴിവാക്കുന്നതിലുള്ള ക്ഷമയുണ്ടല്ലോ, അതാണോ വലുത്, അതല്ല ഒരു സൽക്കർമ്മം, ഒരു നല്ല കർമ്മം അത് ചെയ്യാൻ അവന് കാണിക്കുന്ന ക്ഷമയാണോ വലുത്? അതാണ് ചർച്ച. ഈ ചർച്ച പിന്നെ ഇബ്നുൽ ഖയ്യിം കിതാബുൽ ഫവായിദിൽ വിശാലമായി ചർച്ച ചെയ്തിട്ട് പറയുന്നത് പാപം ഒഴിവാക്കുന്ന ക്ഷമയേക്കാൾ ക്ഷമ വലുത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതാണ് എന്നാണ്. എന്നാൽ മറ്റു പണ്ഡിതന്മാർ മറ്റേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ചർച്ചയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ആകത്തുകയായി അവസാനം ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം മാത്രം വായിക്കുക. ഈ ഒരു ചർച്ച ഉണ്ടല്ലോ, ഈ രണ്ട് ചർച്ചകളിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേതാണ്, അഥവാ അനുസരണം കാണിക്കുന്നതിലുള്ള ക്ഷമയാണോ പാപം ഒഴിവാക്കുന്നതിലുള്ള ക്ഷമയാണോ വലുത് എന്നുള്ളത് ആ അനുസരണത്തെയും പാപത്തിനെയും പരിഗണിച്ചിട്ടാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് പറയാണ്, ഫസ്സബ്റു അല ത്വാഅത്തിൽ മുഅവ്വമൽ കബീറ അഫ്ളലു മിനസ് സബ്രി അനിൽ മഅസിയത്തി സ്സഗീറത്തി ദനിയ, അതായത് വലിയ ബുദ്ധിമുട്ടുള്ള മഹത്തരമായിട്ടുള്ള ഒരു കർമ്മം ചെയ്യാൻ കാണിക്കുന്ന ക്ഷമയാണ് നിസാരമായ ഒരു പാപം ഒഴിവാക്കുന്ന ക്ഷമയേക്കാൾ വലുതായിട്ടുള്ളത്. വസ്സബ്റു അനിൽ മഅസിയത്തിൽ കബീറ അഫ്ളലു മിനസ് സബ്രി അല ത്വാഅത്തി സ്സഗീറ, വലിയൊരു തെറ്റ് ഒഴിവാക്കാൻ കാണിക്കുന്ന ക്ഷമയാണ് ചെറിയൊരു സൽക്കർമ്മം ചെയ്യാൻ കാണിക്കുന്ന ക്ഷമയേക്കാൾ വലുതായിട്ടുള്ളത്. അതായത് ചെയ്യുന്ന പ്രവർത്തനത്തിനെ നോക്കിയിട്ടാണ് അത് പരിഗണിക്കേണ്ടത് എന്നുള്ളത്. അതിന് ചില ഉദാഹരണങ്ങൾ കൊടുക്കുകയാണ്. വസബ്റുൽ അബ്ദി അലൽ ജിഹാദി മസലൻ അഫ്ളു വഅഅളു മിൻ സബ്രിഹി അൻ കസീരി മിൻ സഗായിർ, അഥവാ ഒരു അടിമ ജിഹാദ് ചെയ്യാൻ
കാണിക്കുന്ന ക്ഷമയാണ് ചെറിയ ചെറിയ നന്മകൾ ചെയ്യുന്നതിനേക്കാൾ വലുത്. വസബ്റുഹു അൻ കബാഇരിൽ ഇസ്മി വൽ ഫവാഹിഷ് അഅ്ലമു മിൻ സബ്രിഹി അലാ സ്വലാത്തി സുബ്ഹി വസൗമി യൗമിൻ തതവ്വു നഹ്വു. അതായത് വലിയൊരു വൻപാപം അല്ലെങ്കിൽ ഒരു കൊലപാതകം, ഒരു വ്യഭിചാരം, അല്ലെങ്കിൽ ശിർക്ക്, കുഫ്ർ, അതിലവൻ കാണിക്കുന്ന ക്ഷമയാണ് സുബഹി ജമാഅത്തിന്റെയോ അതല്ലെങ്കിൽ സുന്നത്തായ നോമ്പിന്റെയോ അവൻ കാണിക്കുന്ന ക്ഷമയേക്കാൾ വലുതായിട്ടുള്ളത്. ഫഹാദ ഫസ്ലുൻ നിസാഇ ഫിൽ മസ്അലതി വല്ലാഹു അലം. ഇതിൽ നിന്ന് ഒഴിവാകാനുള്ള മാർഗം അതാണ്. അഥവാ വലിയ സൽക്കർമ്മം ചെയ്യാൻ കാണിക്കുന്ന ക്ഷമയാണ് ചെറിയ പാപം ഒഴിവാക്കുന്നതിനേക്കാൾ വലുത്. വലിയ പാപം ഒഴിവാക്കാൻ കാണിക്കുന്ന ക്ഷമയാണ് ചെറിയ സൽക്കർമ്മം കാണിക്കുന്ന ക്ഷമയേക്കാൾ വലുത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മസലയാണ്. പക്ഷെ അത് വിശാലമായ ചർച്ചയാണ്. കിതാബ് ഫവായിദ് 20ഓളം ദലീലുകൾ വെച്ചിട്ടാണ് ഇബ്നു ഖയ്യിം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സുബറാണ് മറ്റേതിനേക്കാൾ വലുതെന്ന് സ്ഥാപിച്ചിട്ടുള്ളത്. അല്ലാതെ ചർച്ചയുണ്ട്, ഒക്കെ നമുക്ക് പിന്നീട് ഒരിക്കൽ എപ്പോഴെങ്കിലും ആ കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ 10 കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ പ്രായക്കാരും നമ്മൾ എത്ര ഓടി ഒളിച്ചാലും, എത്ര മുഖംമൂടി അണിഞ്ഞാലും, എന്ത് ചെയ്താലും അതെ, ഈ ഒരു കാലഘട്ടം ഫിത്നയുടെ കാലഘട്ടമാണ്. ശുബ്ഹത്തുകളും ഷഹ്വാത്തുകളും എല്ലാം ഒരുപോലെ വരുന്ന കാലഘട്ടമാണ്. ഷഹ്വത്തുകൾ ഇൽമു കൊണ്ട്, അഖീദ പഠിച്ചുകൊണ്ട്, മൻഹജ് പഠിച്ചുകൊണ്ട്, അതുപോലുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മൾ നേരിടണം. ശുബ്ഹത്തുകൾ അമല് കൊണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ നേരിടണം. എന്നാൽ മാത്രമേ പിശാചിനെതിരെ ജിഹാദ് ചെയ്ത് പരലോകത്ത് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതിന് ഉപകരിക്കുന്ന ചില പാഠങ്ങളാണിത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖും പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖും നൽകുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.